ഇനി അടുത്തുള്ളത് നമ്മളിപ്പം മാർക്കറ്റിന് ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടു. ഡിഫറെന്റ് ഫോംസ് ഓഫ് മാർക്കറ്റ് നമ്മൾ ഏതൊക്കെയാന്ന് പഠിച്ചു കഴിഞ്ഞു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ട്, മൊണോപ്പൊളി ഉണ്ട്, ഒളിഗോപ്പൊളി ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആണ് ഡിഫറെന്റ് മാർക്കറ്റ്സ്. ഈ ഓരോ മാർക്കറ്റിലും എങ്ങനെയാണ് പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ കുറെ ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഫീച്ചേഴ്സ് അനുസരിച്ചാണ് ഈ ഓരോ മാർക്കറ്റിലും നമ്മൾ എന്ത് പ്രൈസിലാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ എന്ത് ഔട്ട്പുട്ടാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. അതിനകത്ത് ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇന്ററാക്ഷൻ ഓഫ് മാർക്കറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അതായത് നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് നമുക്കറിയാം. അവിടെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രൈസിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാർക്കറ്റിലുള്ള സപ്ലൈയും ഡിമാൻഡും അനുസരിച്ചായിരിക്കും. സപ്ലൈയുടെയും ഡിമാൻഡിന്റെയും കണ്ടീഷൻ അനുസരിച്ചാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടുത്തെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് വെയർ ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ടോട്ടൽ ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഏത് പോയിന്റിലാണോ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ടോട്ടൽ ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആവുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അതായിരിക്കും ഇവിടുത്തെ ഇക്വിലിബ്രിയം പ്രൈസ്, ഒരു ബാലൻസ്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഒരു ഇക്വിലിബ്രിയം പ്രൈസ് വരുന്നത്. പിന്നെ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്ത് ഇൻഡിവിജ്വൽ ഫേംസിന് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദേ ആർ പ്രൈസ് ടേക്കേഴ്സ് ആൻഡ് നോട്ട് പ്രൈസ് മേക്കേഴ്സ് എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് സപ്ലൈയും ഡിമാൻഡും ആണ് അതിന്റെ ഇന്റർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡയഗ്രാം പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഡയഗ്രാം നോക്കുവാണെങ്കിൽ ഇൻഡസ്ട്രി ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേന് അപ്വേർഡ് സ്ലോപ്പിംഗ് ഓഫ് സപ്ലൈ കർവും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഓഫ് ഡിമാൻഡ് കർവും ആണ് വരുന്നത്. എന്നാൽ നമ്മൾ സാധാ പറഞ്ഞതുപോലെ തന്നെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗും വരും, സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് വരും. ഇൻഡസ്ട്രി നോക്കുമ്പോഴത്തേന് അവരുടെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് ഡിമാൻഡ് കർവും സപ്ലൈ കർവും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഇക്വിലിബ്രിയം പ്രൈസ്. ഇനി ഇൻഡിവിജ്വലിന്റെ ഫോം നോക്കുക, ഇൻഡിവിജ്വൽ ഫോമിന്റെ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, ഇന്റർസെക്ടിങ് വിത്ത് ഇറ്റ്സ് എം സി കർവായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ. അതായിരിക്കും അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് ഇൻഡിവിജ്വൽ ഫോമിൻ്റെത്. ആദ്യം പറഞ്ഞിരിക്കുന്ന ഡയഗ്രാം ഇൻഡസ്ട്രിയുടെ മൊത്തത്തിലുള്ള ഡയഗ്രാം. ഇക്വിലിബ്രിയം പ്രൈസ് പറഞ്ഞിട്ടുണ്ട്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡിവിജ്വൽ ഫോമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതൊരു ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും, ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ലോങ് റണ്ണിൽ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ദ ഫേം ക്യാൻ ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഏൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഏത് പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്ത് നോക്കേണ്ടത്. നെക്സ്റ്റ് മാർക്കറ്റ് വന്നിട്ട് മൊണോപ്പൊളി. മൊണോപ്പൊളിയിൽ ഒരു സിംഗിൾ ഫേം മാത്രമേ കാണത്തുള്ളൂ വിത്ത് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഒരു രീതിയിലുള്ള ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ സെറ്റ്സ് ബോത്ത് ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ടു മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്. സെല്ലറിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് ആയാലും ക്വാണ്ടിറ്റി ആയാലും ഔട്ട്പുട്ട് ആയാലും അയാൾക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ അയാൾക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് അറ്റ് ദ ഔട്ട്പുട്ട് ലെവൽ വെയർ മാർജിനൽ റവന്യൂ ഈക്വൽസ് മാർജിനൽ കോസ്റ്റ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്. അതുകൊണ്ട് തന്നെ സെല്ലർ അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഔട്ട്പുട്ട് ലെവലാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ലെവൽ എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നത്. ഓരോ യൂണിറ്റിനും അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റും ഓരോ യൂണിറ്റിനും അഡീഷണൽ ആയിട്ട് കിട്ടുന്ന റവന്യൂവും തമ്മിൽ ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും അയാൾക്ക് അയാളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നത്. ആ രീതിയിലായിരിക്കും അയാൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പ്രൈസ് എന്ന് പറയുമ്പോഴത്തേനും ദ ഫേം ഈസ് എ പ്രൈസ് മേക്കർ. മേക്കർ എന്ന് പറയാൻ കാരണം ദർ ഇസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഇവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നുമില്ല, ഒരു സിംഗിൾ ഫേമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മൊണോപ്പൊളിസ്റ്റ് എന്ന് പറയുന്ന ഫേം എന്നുള്ളത് ഒരു പ്രൈസ് മേക്കർ ആണ്. സോ ഹി ചൂസസ് ദി ഔട്ട്പുട്ട് ലെവൽ വേർ MR is equal to MC and then charges the highest price consumers will pay for that quantity. അയാൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ MRഉം MCയും മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും ഈക്വേറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അയാൾ ഔട്ട്പുട്ട് ലെവല് ഫിക്സ് ചെയ്യുന്നത്. അയാൾ അതിന് ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ എത്രയാണോ കൺസ്യൂമേഴ്സ് വില്ലിംഗ് ടു പേ, എത്ര പേ ചെയ്യാനാണോ കസ്റ്റമേഴ്സ് വില്ലിംഗ് ആവുന്ന അത്രയും ഹയസ്റ്റ് പ്രൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഫൗണ്ട് ബൈ മൂവിങ് അപ് ടു ദ ഡിമാൻഡ്
ഡിമാൻഡ് ഓർ ആവറേജ് റവന്യൂ കർവ്. ഇനി നമ്മൾ ഇവിടുത്തെ കർവ് നോക്കുമ്പോൾ തന്നെ ഡിമാൻഡിന്റെ കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അതിനും ജസ്റ്റ് എബവ് ആയിട്ടായിരിക്കും ഏത് വരുന്നത്, AR കർവ് ഓർ MR കർവ് വരുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫേം പ്രൊഡ്യൂസേഴ്സ് അറ്റ് ഔട്ട്പുട്ട് ലെവൽ വേർ ഇറ്റ്സ് മാർജിനൽ റവന്യൂ ഈക്വൽസ് ഇറ്റ്സ് മാർജിനൽ കോസ്റ്റ്. ആ ഒരു ലെവലിലായിരിക്കും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഡയഗ്രാം നോക്കുവാണെങ്കിൽ ദ ഡയഗ്രാം ഷോസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും ആൻഡ് മാർജിനൽ റവന്യൂ കർവ് ദാറ്റ് ഇസ് ബിലോ ഇറ്റ്. മാർജിനൽ റവന്യൂ കർവിനേക്കാളും താഴെയായിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ ഡിമാൻഡ് കർവ് വരുന്നത്. ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് MC is equal to MC and MR curves intersect. എവിടാണോ MC MR ഈക്വൽ ആവുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത്, ആ ഒരു പോയിന്റിലായിരിക്കും മാക്സിമൈസിങ് ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്തത് പ്രൈസ് ഡിറ്റർമിനേഷൻ. നമ്മൾ പറഞ്ഞതുപോലെ ദ മോണോപോളിസ്റ്റ് ഈസ് എ പ്രൈസ് മേക്കർ ആണ്. ഹി സെറ്റ്സ് ദ പ്രൈസ് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ഓൺലി സെല്ലർ. മാർക്കറ്റ് ഡിമാൻഡ് നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ഡിമാൻഡ് കൂടി നിൽക്കുവാണെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് ലെവലിലാണോ MC is equal to MR ആവുന്നത് ആ ഒരു ലെവലിലായിരിക്കും ഔട്ട്പുട്ട് ലെവൽ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ സെറ്റ്സ് ദ ഹയസ്റ്റ് പ്രൈസ് കൺസ്യൂമേഴ്സ് വിൽ പേ ഫോർ ദാറ്റ് ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഔട്ട്പുട്ട് ലെവലിന് എത്ര ഹയസ്റ്റ് പ്രൈസ് ആണോ കൺസ്യൂമേഴ്സ് വിൽ പേ, അവർ എത്രയാണോ റെഡി ആവുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ത് ചെയ്യാൻ പറ്റും, മോണോപോളിസ്റ്റിന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം there are no competitors, so the demand curve is a downward sloping. കോമ്പറ്റീറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഹൈ എൻട്രി ബാരിയേഴ്സ് പ്രിവെന്റ് ന്യൂ ഫേംസ് ഫ്രം എൻട്രിങ്. അപ്പം പുതിയതായിട്ടുള്ള ഫേമിനെ എൻട്രി ചെയ്യുന്നതിനകത്ത് ഒരുപാട് എൻട്രി ബാരിയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ this allows the monopoly to charge a high prices and earn supernormal profit in both the short run and long run. അപ്പം മൊണോപ്പൊളിക്ക് മാത്രമേ ഉള്ളൂ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. ആർക്ക് മാത്രമേ ഉള്ളൂ, മൊണോപ്പൊളിക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഈ രണ്ട് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സാ, കോമ്പറ്റീഷൻ ഇല്ല, കോമ്പറ്റീറ്റേഴ്സ് ഇല്ല എന്നുള്ള ഫീച്ചേഴ്സും പിന്നെ എൻട്രി ബാരിയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ പുതിയ ഫേം കയറുക എന്നുള്ളത് എന്താണ്, ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് എന്തോ കിട്ടും, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വന്നിട്ട് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. അവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഈച്ച് ഫേം ഹാസ് സം കൺട്രോൾ ഓവർ പ്രൈസ്. നമ്മൾ കണ്ട് അവിടെയും ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്, പക്ഷേ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ് പ്രൈസിൽ കൊണ്ടുവരാൻ പറ്റും ഇൻഡിവിജ്വൽ ഫേംസിന്. കാരണം ഡ്യൂ ടു പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. അവിടെ വരുമ്പോൾ കുറച്ച് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ, ഐഡന്റിറ്റിക്കൽ പ്രോഡക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈച്ച് ഫേം ഹാസ് സം കൺട്രോൾ ഓവർ പ്രൈസ് ബട്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ് ബൈ കോമ്പറ്റീഷൻ. പക്ഷേ അതിനൊരു ലിമിറ്റഡ് ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ പറ്റത്തില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്, കാരണം കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ദ ഫേം ചൂസസ് ഇറ്റ്സ് പ്രൈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. അവിടെ ഇപ്പോൾ ഫേം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവിന് അനുസരിച്ചിരിക്കും. ആ ഒരു തിയറി വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൈസ് എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊണോപ്പൊളിയിൽ പറഞ്ഞതുപോലെ തന്നെ ദ ഫേം പ്രൊഡ്യൂസേഴ്സ് അറ്റ് ദ ക്വാണ്ടിറ്റി വേർ മാർജിനൽ കോസ്റ്റ് ഈക്വൽസ് മാർജിനൽ റവന്യൂ ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയിട്ട് അവർ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അവിടെയും മൊണോപ്പൊളിയിൽ പറഞ്ഞതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഔട്ട്പുട്ട് ലെവലായിട്ട് അവർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ഡയഗ്രാം നോക്കുവാണെങ്കിലും സിമിലർ ടു മൊണോപ്പൊളി ആണ്. ദ ഫേം സെറ്റ്സ് ഔട്ട്പുട്ട് വെയർ MR is equal to MC. The price is determined by moving up to the downward sloping demand at that output level. പിന്നെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഷോർട്ട് റണ്ണിൽ ഫേം ക്യാൻ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഓർ ഇൻകർ എ ലോസ് ഡിപ്പെൻഡിങ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AR ആൻഡ് ASC. ഇപ്പം മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ നോക്കുവാണെങ്കിൽ ഷോർട്ട് റണ്ണിൽ ഫേമിന്
സൂപ്പർ നോർമൽ പ്രോഫിറ്റും ചിലപ്പോൾ ലോസും ഇൻക്രീ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇൻ ലോങ് റണ്ണിൽ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് വിൽ ലീഡ് ടു ഫേംസ് ഏർണിംഗ് ഓൺലി നോർമൽ പ്രോഫിറ്റ്സ്. മൊണോപ്പൊളിയിൽ നമ്മൾ പറഞ്ഞു അവിടെ എൻട്രി റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇൻ ലോങ് റൺ ഓൾസോ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അതില്ല. കാരണം ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ ഫേമിന് എന്ത് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? നോർമൽ പ്രോഫിറ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഈ പറഞ്ഞതെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ പ്രൈസ് ഡിറ്റർമിനേഷൻ നോക്കുകയാണെങ്കിൽ ഈച്ച് ഫേം സെറ്റ്സ് ഇറ്റ്സ് ഓൺ പ്രൈസ് ഡ്യൂ ടു പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഫേം ചാർജസ് എ പ്രൈസ് ബേസ്ഡ് ഓൺ ദ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. അപ്പം ഇവിടെ നമ്മൾ ഫേം അവരുടെ പ്രൈസ് ഡിറ്റർമൈൻ ചൂസ് ചെയ്യുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് വെച്ചിട്ടായിരിക്കും. ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് MRും MCയും ഈക്വൽ ആവുന്ന പോയിന്റ് ആയിരിക്കും. എന്നിട്ട് ദ ഫേം ചൂസസ് ദ ഹയസ്റ്റ് പ്രൈസ് കസ്റ്റമേഴ്സ് ആർ വില്ലിംഗ് ടു പേ അറ്റ് ദാറ്റ് ഔട്ട്പുട്ട്. നേരത്തെ മൊണോപ്പൊളിയിൽ പറഞ്ഞതുപോലെ തന്നെ MCയും MRും ഇക്വേറ്റ് ചെയ്യുന്ന പോയിന്റ് ആ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും ഇവർ ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ദ ഫേം ചൂസസ് ദ ഹയസ്റ്റ് പ്രൈസ്. എത്രയാണോ കസ്റ്റമേഴ്സ് വില്ലിംഗ് ടു പേ, ആ ഒരു ഔട്ട്പുട്ടിന് എത്രയാണോ they are willing to pay, കസ്റ്റമേഴ്സ് പേ ചെയ്യാൻ വില്ലിംഗ് ആവുന്ന ആ ഒരു ഹയസ്റ്റ് പ്രൈസ് ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. പ്രോഡക്ട്സ് ആർ സിമിലർ ബട്ട് നോട്ട് ഐഡന്റിറ്റിക്കൽ, സോ ഫേംസ് ഹാവ് സം കൺട്രോൾ ഓവർ പ്രൈസ്. അതിന് കാരണം എന്ന് പറയുന്നത് ഇത് നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ലാർജ് സെല്ലേഴ്സ് ഉണ്ടെങ്കിലും അവരെല്ലാവരും വിൽക്കുന്ന ഐഡന്റിറ്റിക്കൽ പ്രോഡക്ട്സ് ആയിരിക്കത്തില്ല. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഫേമിന് എന്തോ ഉണ്ട്? പ്രൈസിൽ ഒരു ചെറിയ കൺട്രോൾ ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെ അല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അകത്താണെങ്കിൽ ഐഡന്റിറ്റിക്കൽ പ്രോഡക്റ്റുമാണ് ലാർജ് സെല്ലേഴ്സും ഉള്ളതുകൊണ്ട് അവർക്ക് പ്രൈസിനകത്ത് ഫേമിന് ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അതല്ല. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ കൺട്രോൾ പ്രൈസിൽ കൊണ്ടുവരാൻ ഇൻഡിവിജ്വൽ ഫേമിന് പറ്റും. ഇഫ് പ്രൈസ് ഈസ് ടു ഹൈ, ഇനി ഒരുപാട് പ്രൈസ് കൂട്ടുവാണെങ്കിൽ ഫേമുകൾ ഒരുപാട് പ്രൈസ് കൂട്ടുവാണെങ്കിൽ ബയേഴ്സ് എന്ത് ചെയ്യും? സ്വിച്ച് ടു അതർ ബ്രാൻഡ്സ്, മറ്റ് ബ്രാൻഡിലോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് ലോങ് റണ്ണിൽ എന്ത് കിട്ടാത്തത്? ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടാത്തത്. പിന്നെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ലോങ് റണ്ണിൽ എന്ത് പറ്റത്തില്ല? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇത്രയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇതാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ഡിമാൻഡ് കർവും MR. അടുത്ത മാർക്കറ്റാണ് ഒളിഗോപ്പൊളി. അവിടെ നമ്മൾ പറഞ്ഞു പ്രൈസസ് ആർ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. കാരണം ഒരാളുടെ ആക്ടിവിറ്റി, അവിടെ ഫ്യൂ ഫേംസേ ഉള്ളൂ, പക്ഷെ ഒരു ഫേമിന്റെ ആക്ടിവിറ്റി മറ്റുള്ളവരെയും എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് പ്രൈസസ് ആർ ഇന്റർ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയാം. ഫേംസ് മേ കോമ്പീറ്റ് ത്രൂ പ്രൈസ് വാർസ്. അപ്പം ഏതെങ്കിലും രീതിയിൽ ഫേം പ്രൈസ് വെച്ചിട്ട് കോമ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അത് പ്രൈസ് വാറിന് ഇടയാക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കൂടുതലും ഒളിഗോപ്പൊളിയിൽ ഏത് ടൈപ്പ് ഓഫ് കോമ്പറ്റീഷനാണ് വരുന്നത്? നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ആയിരിക്കും വരുന്നത്. കോർഡിനേറ്റ് ദെയർ പ്രൈസസ്. ഒന്നുകിൽ ഫേംസിന് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് കോർഡിനേറ്റ് ദെയർ പ്രൈസസ്, കൊളൂഷൻ പോലെ നിന്ന് അവരുടെ പ്രൈസസ് എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു. ഓർ ഫോളോ എ പ്രൈസ് ലീഡർ, അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രൈസ് ലീഡർ കാണും, അയാൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഫോളോ ചെയ്യും. ഇങ്ങനെ പല രീതിയിലാണ് ഒളിഗോപ്പൊളിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് കോമ്പീറ്റ് ചെയ്യുക, ആ രീതിയിൽ പോവാം. അല്ലെന്നുണ്ടെങ്കിൽ കാർട്ടൽ ഫോം ചെയ്ത് ഒരു കൂട്ടം ഫേംസുകൾ ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യുന്നു? പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് പോവാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രൈസ് ലീഡർ കാണും, ആ ഫേം എന്ത് ചെയ്യുന്നോ അത് തന്നെ ഫോളോ ചെയ്ത് പോവാം. ഇങ്ങനെ പല രീതിയിലാണ് ഒളിഗോപ്പൊളിയിൽ പ്രൈസ് എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഫ്യൂ ഫേംസ്. ആ ഒരു ഇന്ററാക്ഷൻ വെച്ചിട്ടാണ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ മോഡൽസ് വേരി ചെയ്യും. കിങ്ഡ് ഡിമാൻഡ് കർവ്, ഇവിടെ ഉണ്ടാകുന്ന ഡിമാൻഡ് കർവിന്റെ പേരാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ദാറ്റ് അസ്യൂംസ് റൈവൽസ് വിൽ മാച്ച് പ്രൈസ് കട്ട്സ് ബട്ട് നോട്ട് പ്രൈസ് ഇൻക്രീസസ്. ഇപ്പം പ്രൈസ് കട്ട് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു ഫേം പ്രൈസ് കുറയ്ക്കുവാണെങ്കിൽ റൈവൽസ് എന്ത് ചെയ്യും? അതേപോലെ കുറച്ചിട്ട് ആ ഒരു പ്രൈസിലോട്ട്, ആ പ്രൈസ് മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് വരും. എന്നാൽ നോട്ട് പ്രൈസ് ഇൻക്രീസസ്, പക്ഷെ ഒരു ഫേം പ്രൈസ് കൂട്ടുവാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? എന്ത് ചെയ്യത്തില്ല? ബാക്കി ഫേമുകളും പ്രൈസ് കൂട്ടത്തില്ല. കാരണം എന്താ? ഡിമാൻഡ് അവിടെ കുറയപ്പെടുന്നുണ്ട്. അപ്പൊ ദാറ്റ് ലീഡിങ് ടു പ്രൈസ് റിജിഡിറ്റി. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു റിജിഡ് ഫോം ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കേസാണ് കൊളൂഷൻ ഓർ കാർട്ടൽ ഫോം ചെയ്യുക. ഒരു ഗ്രൂപ്പ്, കുറച്ച് ഫേമുകൾ ചേർന്ന് നിന്ന് ഒരു ഗ്രൂപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. അപ്പം ഫേംസ് ആക്ട് ലൈക്ക് എ മോണോപ്പൊളി. അവരെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റ ഒരു ഗ്രൂപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. അതിനെയാണ് കൊളൂഷൻ അല്ലെങ്കിൽ കാർട്ടൽ എന്ന് പറയുന്നത്.
ഇപ്പൊ ഇവിടുത്തെ പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഒളിഗോപ്പൊളി മാർക്കറ്റ്സ് ആർ ഫ്യൂ ബിഗ് ഫേം, സോ പ്രൈസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദേ ബിഹേവ്. അവരെങ്ങനെയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. അതിന് പല പല രീതിയിൽ അവർ എടുക്കുമെന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് ചില ഫേമുകൾ എന്ത് ചെയ്യും, പ്രൈസ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു കാർട്ടൽ ഫോം ചെയ്ത്, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ആ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രൈസ് ഫിക്സ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താ, ഒരു മെയിൻ ഫേം കാണും, ഒരു ബിഗ് ഫേം കാണും. ആ പ്രൈസ് ലീഡർ എന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഫേംസും അത് ഫോളോ ചെയ്യും. ഇങ്ങനെ ഏത് രീതിയിലാണോ വരുന്നത് ആ രീതിയിൽ എന്ത് ചെയ്യും, ഒളിഗോപ്പൊളിയിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അത് ടു പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് പ്രൈസ് റിമൈൻ സ്റ്റേബിൾ, പ്രൈസ് എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ഫേംസ് അവോയ്ഡ് ചേഞ്ചിങ് പ്രൈസ്. അപ്പം ഒരു റിജിഡ് പ്രൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഇഫ് വൺ ഫേം റൈസസ് പ്രൈസ് കസ്റ്റമേഴ്സ് ഗോ ടു കോമ്പറ്റീറ്റേഴ്സ്. ഒരാളിപ്പം പ്രൈസ് കൂട്ടുവാണെങ്കിൽ, ഒരാളുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൂട്ടുവാണെങ്കിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, സ്വിച്ച് ചെയ്ത് മറ്റു കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്തേക്ക് പോകും. ഇനി ഇഫ് വൺ ഫേം കട്ട്സ് പ്രൈസ്, ഒരു ഫേം കട്ട് ചെയ്യുവാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഫേം പ്രൈസ് കൂട്ടുവാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഫേമുകളും കൂട്ടണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, ഈ കൂട്ടിയ പ്രൈസ് ഉള്ള ആളുടെ അടുത്ത് നിന്ന് സ്വിച്ച് ചെയ്ത് മറ്റു കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്തേക്ക് പോകും. എന്നാൽ ഒരു ഫേം പ്രൈസ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഓൾസോ കട്ട്, ബാക്കി ഫേമും എന്ത് ചെയ്യും പ്രൈസ് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അതാണ് പ്രൈസ് വാറിലോട്ട് പോകുന്നത്. സോ ഏകദേശം എന്തായിരിക്കും, ഇങ്ങനെ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസ് ബിക്കംസ് റിജിഡ്. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പ്രൈസിൽ കൊണ്ടുപോവുകയാണ് മെയിൻ ആയിട്ടും ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ കൊളൂഷൻ അല്ലെങ്കിൽ കാർട്ടൽസ് ഫോം ചെയ്യുക. ഫേംസ് മേ കം ടുഗെദർ ആൻഡ് ഫിക്സ് എ കോമൺ ഹൈ പ്രൈസ്. ഒരുമിച്ച് നിന്ന് ഒരേ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ പ്രൈസ് വേറെ വരത്തില്ല. കാരണം ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതാണ് ഒരു ഫോം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ ഇൻ നോൺ കൊളൂസീവ് ഒളിഗോപ്പൊളി ആണെങ്കിൽ, അതായത് കാർട്ടൽ ഫോം ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒളിഗോപ്പൊളി മോഡലാണ് നമ്മുടെ മാർക്കറ്റിലുള്ളതെങ്കിൽ ഫേംസ് ചൂസ് ഔട്ട്പുട്ട് കൺസിഡറിങ് കോമ്പറ്റീറ്റേഴ്സ് റിയാക്ഷൻസ്. കോമ്പറ്റീറ്റേഴ്സിന്റെ റിയാക്ഷൻ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫേംസ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇനി അതല്ല ഒരു കാർട്ടൽ ഫോം ചെയ്യുന്ന ഒരു കൊളൂസീവ് ആയിട്ടുള്ള ഒളിഗോപ്പൊളിയിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് ഡിവൈഡഡ് എമംഗ് മെമ്പേഴ്സ്. അവിടെ എന്ത് ചെയ്യുന്നു, മെമ്പേഴ്സ്, ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ചേർന്ന് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ രണ്ട് രീതിയിലാണ് ഒളിഗോപ്പൊളിയിൽ വരുന്നത് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ. ഒന്നുകിൽ അവരെന്ത് ചെയ്യുന്നു, കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നു, മറ്റുള്ളവരെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ. രണ്ടാമെന്ന് പറയുന്നത് അതെല്ലാ ഫേമുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു കാർട്ടലായിട്ട് എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു, പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ഔട്ട്പുട്ടും ഇതിന് രണ്ടിനും രണ്ട് രീതിയിലാണ് വരുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ, ഒളിഗോപ്പൊളി ഫേംസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് പ്രൈസ് വാർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫേംസ് ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുമ്പോൾ മറ്റ് കോമ്പറ്റീറ്റേഴ്സിന്റെ റിയാക്ഷനും കൂടെ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇനി അതല്ല ഒരു കാർട്ടൽ ഫോം ചെയ്ത് ഒരു കൊളൂസീവ് ആയിട്ടുള്ള ഒരു ഒളിഗോപ്പൊളി ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് ഇവർ എന്ത് ചെയ്യുന്നു, അതിലുള്ള മെമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് ഫോംസ് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടുത്തെ മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫീച്ചറാണ് ഇന്റർ ഡിപ്പെൻഡൻസ്. ഈച്ച് ഫേംസ് ഡിസിഷൻ അഫക്ട്സ് ദി അതേഴ്സ്. ഒരു ഫേമിന്റെ, ഇവിടെ ഫ്യൂ ഫേംസേ ഉണ്ടാകത്തുള്ളൂ, ഒരു ഫേമിന്റെ ഡിസിഷൻ മറ്റ് ഫേംസിനെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. ഫ്യൂ ഫേംസ് ഡോമിനേറ്റ് ദ മാർക്കറ്റ്, സോ പ്രൈസിങ് മസ്റ്റ് ബി സ്ട്രാറ്റജിക് ആയിരിക്കും. ഒളിഗോപ്പൊളീസ് പ്രിഫർ സ്റ്റേബിൾ പ്രൈസസ് ടു അവോയ്ഡ് ലോസസ് ഫ്രം കോമ്പറ്റീഷൻ. നമ്മൾ പറഞ്ഞു കൂടുതലും ഒളിഗോപ്പൊളിയിൽ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൈസ് ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം അത്രയ്ക്കും ഹൈ കോമ്പറ്റീഷൻ ആണ് ഇതിന്റെ കേസിൽ വരുന്നത്, ഒളിഗോപ്പൊളിയുടെ കേസിൽ വരുന്നത്. ഇതിനെയാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇതിന് എ പോയിന്റിൽ ഒരു കിങ്ക് വരുന്നുണ്ട്. ആ എ പോയിന്റിന് മുകളിലുള്ള പോർഷനിൽ പ്രൈസ് എന്തായിരിക്കും, ഇലാസ്റ്റിക് പോർഷൻ ആണ്. ഇനി താഴോട്ട് വരുന്ന പോർഷനിൽ പ്രൈസ് ഇൻഇലാസ്റ്റിക് പാർട്ടാണ് വരുന്നത്. ഇതിന്റെ എല്ലാത്തിനെയും കൂടെ ഒരു കമ്പാരിസൺ പോലെ എഴുതിയേക്കുവാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ പ്രൈസ് എങ്ങനെ ആയിരിക്കും, ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും, അതിന്റെ റീസൺ എന്താണെന്നുള്ളത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ലോവസ്റ്റ് ആയിരിക്കും, ഔട്ട്പുട്ട് ഹയസ്റ്റ് ആയിരിക്കും. ഫേംസ് ആർ പ്രൈസ് ടേക്കേഴ്സ് ആണ്, ഫ്രീ എൻട്രി ഉണ്ട്, ഐഡന്റിറ്റിക്കൽ ഗുഡ്സ് ആയിരിക്കും. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേന് പ്രൈസ് മോഡറേറ്റ് ആയിരിക്കും, മീഡിയം ഒരു ഹൈ ആയിരിക്കും ഔട്ട്പുട്ട്, മീഡിയം ടു ഹൈ ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഗിവ്സ് പ്രൈസ് കൺട്രോൾ കൊടുക്കുന്നുണ്ട്. മൊണോപ്പൊളി ആകുമ്പോഴത്തേന് ഹയസ്റ്റ് പ്രൈസും ലോവസ്റ്റ് ഔട്ട്പുട്ടും ആയിരിക്കും. സിംഗിൾ സെല്ലർ വിത്ത് ഫുൾ കൺട്രോൾ ആണ് വരുന്നത്, നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഒളിഗോപ്പൊളി വരുമ്പോഴത്തേന് പ്രൈസ് ഹൈ ആയിരിക്കും, ഔട്ട്പുട്ടും മീഡിയം ആയിരിക്കും. അവിടുത്തെ റീസൺ എന്ന് പറയുന്നത് ഫ്യൂ ഫേംസേ ഉള്ളൂ, ഇന്റർഡിപ്പെൻഡൻസ് ഉണ്ട്, പ്രൈസ് എന്തായിരിക്കും